ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാത്തത് ബാക്കിയുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അവരെന്തൊക്കെ പുതിയ മൈൻഡ് ഗെയിംസ് ആണ് കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഈ ഒരു ടൈമിലെ എനർജി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ എനിക്ക് 3 പേരടങ്ങുന്ന ഒരു കൂട്ടുകെട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരിൽ 2 പേര് സ്ത്രീകളും ഒരാൾ പുരുഷനുമായിരിക്കാം, അല്ലെങ്കിൽ 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരിക്കാം. ഈ 3 പേരും ചേർന്ന് എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിയന്ത്രിക്കാനും നിങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ ഇവരെന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളിൽ നിന്നും അകറ്റാനുമാണ് ഇവർ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ കിട്ടുന്നത്. അതുപോലെ നിങ്ങളുടെ കരിയർ, സാമ്പത്തിക സ്ഥിതി, സ്വത്ത് എന്നിവയിലും ഇവരുടെ ഈ ഒരു കണ്ണ്, മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഒരു കണ്ണ് ഉണ്ട് എന്നാണ് ഇവിടെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു വീട് അല്ലെങ്കിൽ ആ ഒരു കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് ഇവർക്ക് കാണാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇനി നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ ഇതിനകം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണെങ്കിലും, നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് ഇവരുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്ന, വളരെ പക്വതയുള്ള, വളരെ മെച്യൂർഡായിട്ടുള്ള, മറ്റുള്ളവരുടെ ആ ഒരു മാനിപ്പുലേഷനൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഈ വ്യക്തികൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ വളരെ ക്ലെവർ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ക്ലെവറായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ധൈര്യവും ഉണ്ടായിരിക്കാം. നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. നിങ്ങൾ മറച്ചു വെച്ച് പിറകെ പറയുകയോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളച്ചു കെട്ടി സംസാരിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും മൈൻഡ് ഗെയിംസ് കളിക്കുന്നതും ഒന്നും തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്താണോ സത്യം, അത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയും. അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ എനർജിയാണ് ഇവരിൽ ഈ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും ഇഷ്ടമില്ലായ്മയും ഒക്കെ ഉണ്ടാക്കുന്നത്. കാരണം ഇവരിൽ പലരും പിന്നിൽ നിന്ന് സംസാരിക്കുന്നതിലും ഗൂഢാലോചന നടത്തുന്നതിലും പരസ്പരം താഴ്ത്തുന്നതിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തികളാണ്. ഈ 3 വ്യക്തികളെന്ന് പറയുന്നത് ചിലപ്പോൾ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരോ അല്ലെങ്കിൽ ഓഫീസിലുള്ള വ്യക്തികളോ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇവരുമായിട്ട് ശത്രുവായി മാറിയിരിക്കുന്നതിനാലാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു ഐക്യം നിലനിൽക്കുന്നത്. എന്നാൽ ഇവരിൽ ഒരാൾ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അയാളുടെ പുറകിലും ഈ 2 പേര് പരസ്പരം കുറ്റം പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് വ്യക്തികളാണ്. ആ രീതിയിലുള്ള സ്വഭാവമുള്ള വ്യക്തികളാണിത്. അതായത് 3 പേര് കൂടെ ഇരുന്നാലും ആ ഒരാൾ എണീറ്റ് പോകുമ്പോൾ ഇവരെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് പരസ്പരം പോലും ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരല്ല, ആത്മാർത്ഥമായിട്ട് ഒരു ഐക്യമൊന്നും ഉള്ളവരല്ല. പരസ്പരം പിന്നിൽ നിന്ന് സംസാരിക്കുന്ന വളരെ ലോവർ വൈബ്രേഷനിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പങ്കാളിയുടെ മേൽ ഇവർക്ക് മുൻപുണ്ടായിരുന്ന ആ ഒരു നിയന്ത്രണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. മുൻപ് നിങ്ങളുടെ പങ്കാളി അവരുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും മുൻപ് അവരുടെ അഭിപ്രായങ്ങൾക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ ആ ഒരു എനർജി ഇപ്പോഴും മാറിയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ പങ്കാളിയുടെ ഈ ഒരു പ്ലാനറ്ററി പൊസിഷൻസിൽ നിലവിലെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന അവരുടെ ആ ഒരു നിയന്ത്രണം ഇപ്പോൾ അതേ രീതിയിൽ സാധിക്കുന്നില്ല. ആ ഒരു നിയന്ത്രണം ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെയും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പങ്കാളി പതുക്കെ പതുക്കെ ആ ഒരു ഇല്യൂഷനിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അവർ ആ ഇല്യൂഷനിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവരുടെ മുൻപിൽ ചില നല്ല കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് ലഭിക്കുന്നു.
ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് നീതി പുലർത്താനും ബന്ധത്തിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവായി തുടങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും ഈ ആളുകൾ ഉടനെ തന്നെ എന്തെങ്കിലും പ്രശ്നമോ കുഴപ്പമോ ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി ഇടപെട്ട് അവരുടെ മനസ്സിനെ വീണ്ടും കൺഫ്യൂസ്ഡ് ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്. ചിലർ അവരുടെ മേൽ വശീകരണ ക്രിയകളോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് മൈൻഡ് മാനിപ്പുലേഷൻ നടത്തുന്നതായിട്ടും കാണാം. അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർ ഏറെ ബുദ്ധിമുട്ടി നേടിയെടുത്ത ആ ഒരു മോട്ടിവേഷനും ആത്മവിശ്വാസവും ധൈര്യമൊക്കെ വീണ്ടും തകരാൻ തുടങ്ങുന്നു. ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ശരിയാണോ അതോ ഇവർ പറയുന്നതാണോ ശരി എന്നുള്ള തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ഇവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ആ ഒരു ഭയത്തിലേക്ക് പോകുന്നു. അവരുടെ തീരുമാനങ്ങളും പ്രവർത്തികളും വീണ്ടും ആ ഒരു ഫിയർ എനർജി, ആ ഒരു ഭയത്തിൻ്റെ എനർജിയിൽ നിന്നാണ് ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കാരണം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഓറ ഇപ്പോഴത്ര സ്ട്രോങ് ആണെന്ന് കാണുന്നില്ല. മറ്റുള്ളവരുടെ ആ ഒരു സ്വാധീനവും വാക്കുകളും എളുപ്പത്തിൽ അവരുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ ഓറ കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ, അവരുടെ ഓറയിൽ വേണ്ടത്ര പ്രൊട്ടക്ഷൻ ഇപ്പോൾ കാണുന്നില്ല. കാരണം അവർ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിൽ കുടുങ്ങിയിരിക്കാം. പുകവലിയോ മദ്യപാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ അല്ലെങ്കിൽ അമിതമായിട്ട് താമസികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതോ അങ്ങനെയുള്ള രീതിയിൽ അവരുടെ ആ ഒരു എനർജിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂടുതലാകുമ്പോൾ അവർക്കുണ്ടാകേണ്ട ആ ഒരു പോസിറ്റീവ് ഓറ ശക്തമായിട്ട് രൂപപ്പെടാതെ പോകും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആ ഒരു നെഗറ്റീവ് സ്വാധീനത്തിൽ എളുപ്പത്തിൽ അവരെ ബാധിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപക്ഷെ മുൻപ് അവർക്ക് 1-2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുള്ള ബന്ധങ്ങളിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി, ഒരു റൊമാൻറ്റിക് എനർജി ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾ അവരുടെ പാർട്ട്ണർ ആയിരിക്കും, അതായത് ഭാര്യയോ ഭർത്താവോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട്, സ്ത്രീയോ പുരുഷനോ ആയിട്ട് റൊമാൻറ്റിക്കായിട്ട് അവർ ഇൻവോൾവ് ആണെങ്കിൽ, അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം അവരുടെ സ്വന്തം എനർജിയെയും മാനസികാവസ്ഥയും കൂടുതൽ അസന്തുലിതമാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. തെറ്റായ കാര്യങ്ങളിൽ ഒരാൾ തുടർച്ചയായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ അവരുടെ പോസിറ്റീവ് എനർജിയും ആത്മവിശ്വാസവും കുറയുകയും ഓറ വളരെ ദുർബലമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രധാനമായിട്ടും ഒരു കാര്യം കാണുന്നത്, അതായത് അവരുടെ ജീവിതത്തിലെ ചില തെറ്റായ ശീലങ്ങളും ബന്ധങ്ങളും തന്നെയാണ് അവരുടെ ഈ ഒരു എനർജിയെ, അവരുടെ ആ ഒരു ഓറയെ ദുർബലമാക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും ഇപ്പോൾ മറ്റുള്ളവരുമായിട്ട് ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിരിക്കാം, അല്ലെങ്കിൽ മുൻകാലത്ത് മറ്റൊരു സ്ത്രീയുമായിട്ടോ പുരുഷനുമായിട്ടോ ഒക്കെ ആകർഷണത്തിലായിരുന്നിരിക്കാം. നിങ്ങൾ വിവാഹിതനായി അല്ലെങ്കിൽ വിവാഹിതയായി കഴിഞ്ഞെങ്കിൽ അങ്ങനെ ആയിരിക്കുന്ന സമയത്തും നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയും ആകർഷണവും മറ്റുള്ളവരിലേക്ക് നിരന്തരം തിരിയുകയാണെങ്കിൽ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും അതിനെയാണ് നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്നത്. ഒരാളുമായിട്ട് നേരിട്ടൊരു അഫെയർ ഉണ്ടാക്കിയാൽ മാത്രമേ ചീറ്റിംഗ് ആകൂ എന്നുള്ളതല്ല. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും നിങ്ങളുടെ ആകർഷണങ്ങളെയും എത്രത്തോളം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്ലെയർ എനർജി, ആ ഒരു രീതിയിലുള്ള ഒരാളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് ആ വ്യക്തി സ്വന്തം നെഗറ്റീവ് ശീലങ്ങളിലൂടെ തന്നെ തൻ്റെ ഓറയെ ദുർബലമാക്കിയതുപോലെയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവ് സ്വാധീനം ഇവരിൽ വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഓറ ശക്തമല്ല. മാത്രമല്ല ഈ വ്യക്തി തന്നെ ചില നെഗറ്റീവ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. നോക്കൂ, ഒരാളെ ലോവർ വൈബ്രേഷനിലേക്ക് തള്ളുക എന്നത് ഈ ഒരു ഡെവിൽ എനർജിയുടെ ട്രിക്കാണ്. അപ്പോൾ ലോവർ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, അതായത് ഒരുപാട് അവിഹിതങ്ങൾ, അമിതമായിട്ട് താമസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരുപാട് അഡിക്ഷനിൽ കുടുങ്ങിക്കിടക്കുന്നത്, ദിവസം മുഴുവൻ ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും സ്ക്രോൾ ചെയ്തിരിക്കുന്നത്, അലസത, ശരീരത്തിലും മനസ്സിലും ഒരുപാട് ഭാരം അനുഭവപ്പെടുന്നത്, എപ്പോഴും ഒരു തളർന്നതുപോലെ തോന്നുന്നത്, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്നത്, ഇത്തരം അവസ്ഥകളെയാണ് ഇവിടെ ലോവർ വൈബ്രേഷൻ എന്ന് ഞാൻ പറഞ്ഞത്.
ഇങ്ങനെ ഈ ഒരു ലോവർ വൈബ്രേഷനിലായിരിക്കുമ്പോൾ ക്രമേണ നെഗറ്റീവ് എനർജിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആരാണോ അവരുടെ ഓറയും അതേ രീതിയിൽ വീക്കാകും. ഇവിടെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജിയോ സൈക്കിക് അറ്റാക്സ് പോലുള്ള അനുഭവമോ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ഓറ ദുർബലമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഗൈഡൻസ് ലഭിക്കുന്നത് നിങ്ങളുടെ ഓറ ശക്തമാക്കണം എന്നാണ്, സ്ട്രോങ് ആക്കണം, കൂടുതൽ സ്ട്രോങ് ആക്കണം എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഓറ ശക്തമാക്കണമെങ്കിൽ നിങ്ങളെ താഴേക്ക് വലിക്കുന്ന ആ ഒരു താമസിക എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കണം. നെഗറ്റീവ് ശീലങ്ങളും അഡിക്ഷൻസും അമിതമായിട്ടുള്ള ആ ഒരു അലസതയും നിങ്ങളെ ലോവർ വൈബ്രേഷനിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ പാർട്ട്നേഴ്സ് ഇപ്പോഴും ലോവർ വൈബ്രേഷനിൽ നിന്ന് പതുക്കെ ഉയർന്നു വരുന്ന ആ ഒരു എനർജിയിലാണ്, ഒരു അവേക്കനിങ് സ്റ്റേജിലാണ് എന്ന് കാണുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് തങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റായിരുന്നുവെന്ന് അവർക്കിപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റായിരുന്നുവെന്നും അവരുടെ പഴയ ജീവിതശൈലിയും ചില തീരുമാനങ്ങളും ശരിയായിരുന്നില്ലെന്നും അവർ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. അതായത് ഈ വ്യക്തിയിൽ ഒരു തരത്തിലുള്ള ഒരു അവേക്കനിങ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ മിക്സ്ഡ് എനർജിയാണ് കാണുന്നത്. ചിലരുടെ പാർട്ട്ണർമാർ ഇപ്പോഴും ആ ഒരു നെഗറ്റീവ് എനർജിയിലും പഴയ ശീലങ്ങളിലും തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ചിലരുടെ പാർട്ട്നേഴ്സ് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും പുറത്തു കടന്ന് പതുക്കെ ആ ഒരു ഹയർ വൈബ്രേഷനിലേക്ക് ഉയർന്നു വരികയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ കാണാനും തങ്ങളുടെ കഴിഞ്ഞകാല തെറ്റുകളെ തിരിച്ചറിയാനും തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളോട് തുറന്ന് പ്രകടിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ അവർ നിങ്ങളോട് വിവാഹം കഴിക്കണമെന്ന് പറയുന്നതായിട്ടും, അല്ലെങ്കിൽ ഇനി നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും മിസ്സ് ചെയ്യുകയും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കാണുന്നത് ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള തേർഡ് പാർട്ടീസിനെയാണ്. അതാണ് ഇവിടെ കാണുന്ന ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരം നിയന്ത്രണങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് ഇപ്പോൾ സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പതുക്കെ ആ ഒരു റിബൽ എനർജിയിലേക്ക് വരികയാണ്. അതായത് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കുടുംബവുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്നത് ഇത്രയും കാലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തുടർന്നു വന്ന ഈ ഒരു പാറ്റേൺസ് ഇനി ആവർത്തിക്കണമോ, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺസ് കാരണം എത്ര ആൾക്കാരുടെ ജീവിതമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് ത്യജിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നത് പോലെ മാത്രമാണല്ലോ എല്ലാവരും ജീവിച്ചത്. ആ ഒരു രീതിയിലുള്ള ഒരു ചിന്തയൊക്കെ അവരിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തലമുറകളായിട്ട് തുടർന്നു വന്ന ആ ഒരു ആൻസിസ്ട്രൽ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. സ്വന്തം സന്തോഷത്തിനും സ്വന്തം സ്നേഹത്തിനും വേണ്ടി തീരുമാനമെടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ തന്നെ കല്യാണം കഴിക്കാത്ത ആൾക്കാരുടെ ലവ് മാരേജസ് ഒക്കെ നടക്കുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് പോലും അവർ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ വിവാഹിതരാണെങ്കിൽ അവസ്ഥ കുറച്ച് വ്യത്യസ്തമായാലും എനർജി സമാനമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ വീട്ടുകാർ നിങ്ങളോടൊപ്പം അവർ ഇനി തുടരരുത് അല്ലെങ്കിൽ വിവാഹമോചനം നേടണം എന്നിങ്ങനെ അമിതമായിട്ടുള്ള ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ബ്രെയിൻ വാഷിങ്ങോ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും ആ ഒരു നിങ്ങളുടെ പാർട്ട്ണറിനും ഇടയിൽ എന്തെങ്കിലുമൊക്കെ ബ്രെയിൻ വാഷിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഈ ഒരു വ്യക്തി ഇതിനകം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ആ ബന്ധം ശരിയല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞ് ഇനി അവരോട് സംസാരിക്കാതിരിക്കാനും അകലം പാലിക്കാനും ഒക്കെ തീരുമാനിക്കുന്ന ആ ഒരു എനർജി. അതുപോലെ തന്നെ അവരിങ്ങനെ സംസാരിക്കാതെ ആകുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക്കോ വശീകരണമോ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് ഇയാളെ വീണ്ടും നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ഞാൻ പറയുന്നത് പോലെ മാത്രമേ ഇയാൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ, എൻ്റെ തീരുമാനങ്ങൾ തന്നെയായിരിക്കണം ഇയാളുടെ തീരുമാനം എന്ന രീതിയിലുള്ള ആ ഒരു നിയന്ത്രണ ശ്രമം നടത്തിയേക്കാം. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിൻ്റെ ഓറ ദുർബലമാണെങ്കിൽ ഇത്തരം നെഗറ്റീവ് എനർജികൾ അവരെ കൂടുതൽ സ്വാധീനിക്കാം അല്ലെങ്കിൽ അവരെ ബാധിക്കാം. എന്നാൽ ഇതൊക്കെ
ഓറ ശക്തമായ ആൾക്കാർ അല്ലെങ്കിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവേക്കനായവരുടെ കാര്യത്തിൽ അവരെ ഇത് ബാധിക്കില്ല. ആ ഒരു നെഗറ്റീവ് സ്വാധീനങ്ങൾ പ്രവർത്തിക്കാതെ പോകും എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മറ്റൊരു എനർജി കാണുന്നത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് അവരുടെ സ്വന്തം പ്രവർത്തികളുടെ ഫലം നേരിടേണ്ടി വരുമെന്നാണ്. കാരണം ഇവിടെ സാറ്റേൺ, അതായത് അവരെ കർമ്മയുടെ എനർജി ശക്തമായിട്ട് അവർക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടും അവരുടെ ആ ഒരു സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നതായിട്ടുമൊക്കെയാണ് കാണുന്നത്. ഇനി ഈ ഒരു തേർഡ് പാർട്ടി എന്തെങ്കിലും നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ഒരു കോർട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ മകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും ഒരു ജസ്റ്റിസിന് നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നടക്കണമെന്നില്ല. കാരണം മറ്റുള്ളവരോട് അനീതി ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്കായിട്ട് കുഴികൾ കുഴിച്ചിട്ട് തനിക്ക് മാത്രം ഒരു പൂന്തോട്ടം പോലുള്ള ഒരു ഫലം വേണമെന്ന് പ്രതീക്ഷിച്ചാൽ നടക്കുമോ? ഇല്ല, അല്ലേ? അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നതിൻ്റെ ഫലം എന്തെങ്കിലും രൂപത്തിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന കർമ്മ ആശയം, എന്ന കർമ്മയുടെ ആ ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ പലരുടെയും എനർജി വ്യത്യാസമാണ്. പലരും പല സാഹചര്യത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ഏറ്റവും കൂടുതൽ റെസനേറ്റ് ആവുന്ന എനർജി മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടുകളയുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.